നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് മാസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്താണ്. ഈ രാജ്യത്ത് നിന്നും ഞാനിപ്പോൾ കൊസോവോ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ഒരു ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. കൊസോവോ എന്ന് പറയുന്നത് സെർബിയയുടെ ഭാഗമാണെന്ന് സെർബിയ അവകാശപ്പെടുന്ന, എന്നാൽ ലോക രാജ്യങ്ങൾ എല്ലാവരും അംഗീകരിക്കാത്ത എന്നാൽ രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു രാജ്യമാണ് എന്ന് പറയുന്നൊരു രാജ്യം. അങ്ങനെ ഒരു വൺ ഓഫ് ദ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ രാജ്യം കേട്ടോ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ടെക് ട്രാവലിറ്റ് KLTVക്ക് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മസിഡോണിയയിലെ നഗരം, സ്കോപ്പിയോ നഗരം എന്ന് പറയുന്നത് എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ നിർമ്മിതികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നഗരത്തിൽ. ബാക്കിയുള്ള എല്ലാം കണക്കാം. നമ്മൾ സെർബിയ കണ്ടതിനപ്പുറമാണ്. ഈ മസിഡോണിയൊക്കെ ശരിക്കും പണ്ട് സെർബിയയുടെ ഭാഗമായിരുന്നു. ഈ മസിഡോണിയ, കൊസോവോ ഇപ്പോഴും അവരുടെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അല്ല, അവർക്ക് ഇമിഗ്രേഷൻ കൺട്രോളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് സെർബിയയുടെ ഭാഗമായിരുന്നത് പിന്നീട് സ്പ്ലിറ്റപ്പായി പോയി ഉണ്ടായ രാജ്യങ്ങളാണ്. പല കെട്ടിടങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ. ആകെ ഒരു പ്രേതാലയ ഫീലാണ് എല്ലായിടത്തും. ഇതിവിടുത്തെ വലിയൊരു മ്യൂസിയം ബിൽഡിംഗ് ആണ്. രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഫുള്ള് കാക്ക തൂറിയിട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പോലും കാക്ക തൂറിയിട്ടിട്ടില്ല, അതുപോലെ ഇതിലും വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്കി എന്ത് അഭംഗിയായിട്ടാണ്, എന്ത് മെയിൻറ്റെയിൻഡ് അല്ലാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത് നോക്ക്. ഇത് ഇന്നലെ രാത്രി ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സംഭവമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷേ ഇതിനടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. അതിൻ്റെ തൂണുകളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, മൊത്തത്തിൽ മൊത്തം അതേപോലെ തന്നെ മൊത്തം വൃത്തിയായി കിടക്കുകയാണ് അവിടെ എവിടെയല്ല. ഞാൻ രാവിലെ ഒരു ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ ആപ്പ് വഴി ഞാനൊരു ടൂർ ബുക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കൊസോവോയിലേക്ക് പോകുന്നത്. അതായത് കൊസോവോയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രിസ്റ്റീന എന്ന് പറയുന്ന അവരുടെ ആ ഒരു നഗരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് എവിടേക്കോ കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് വരാൻ എനിക്ക് ഏകദേശം 5200 രൂപയാണ് ഒരാൾക്കായത്. ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടുതലാവും. കാരണം ഇവിടുന്ന് 30 യൂറോ അങ്ങോട്ട് തന്നെ ബസ്സാവും, തിരിച്ച് ഇങ്ങോട്ട് 30 യൂറോ ആവും. അപ്പോഴത്തെ 6000 രൂപയായി. പിന്നെ വേറെ എക്സ്പെൻസ് ബാക്കി. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതല്ലേ ലാഭം, നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് വരാമല്ലോ. 10 മണിക്കൂറത്തെ ടൂറാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ആം ഗോയിങ് ദേർ. മൊത്തത്തിൽ വശപ്പശ കാണല്ലോ ഈ സ്ഥലം. ടൂർ കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നി വന്നിരിക്കുന്നത്. ഈ വാനിലായിരിക്കും നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. സോ മീറ്റ് ഒലിവർ. ഒലിവർ സേ ഹായ്. ഹായ്. യാ, സോ ഒലിവർ ആണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ കം ഗൈഡ്. And there are two more guys. They are from Mexico. Say hi. Oh, hola. Hi, hola. Okay. I'll be coming to Mexico soon. Yeah. ഇനി ഒരാളും കൂടെ വരും, വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ബോർഡർ എത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരുടെയും പാസ്പോർട്ടൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബോർഡർ എത്തും. ഇതൊരു ചെറിയൊരു ടോൾ പ്ലാസ പോലത്തെ ഒരു ബോർഡറാണല്ലോ. ഇതാണോ ബോർഡർ? നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് ഇമിഗ്രേഷൻ ചെയ്യുക, വേറെ പരിപാടിയൊന്നുമില്ല, ഇറങ്ങൊന്നും വേണ്ട. 1 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അവിടെ നിന്ന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി നമ്മുടെ കൊസോവോ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തായിട്ടാണ് ഇമിഗ്രേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഗുഡ് ബൈ ബോർഡൊക്കെ ഉണ്ട്, അല്ലേ? ഗുഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 200 മീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് റിപ്പബ്ലിക് ഓഫ് കൊസോവോ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ടോൾ ബൂത്ത് കാണാം. ടോൾ ബൂത്തല്ല ഗൈസ്, ഇത് ഇമിഗ്രേഷനാണ്. ഇവിടെ ഇങ്ങനെയാണ് ഇമിഗ്രേഷൻ. നമ്മളിപ്പോൾ ഇമിഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊസോവോ. നമ്മുടെ ഒലിവർ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഞങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വാചാലനായിക്കൊണ്ടിരിക്കുകയാണ്. ഒലിവർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് സ്കോപ്പിയ നഗരത്തെ പറ്റിയാണ്. കാരണം നമ്മൾ ചോദിച്ചു എന്താണ് സ്കോപ്പിയ എത്ര വൃത്തിയായി കിടക്കുന്നത്. അപ്പോൾ ഒലിവർ പറഞ്ഞ റീസൺ, സ്കോപ്പിയയിൽ ഉടനെ തന്നെ ഒരു എലക്ഷൻ വരും. പ്രത്യേകിച്ച് അവരുടെ മുനിസിപ്പൽ സിറ്റി എലക്ഷൻ വരുന്നുണ്ട്. ആ എലക്ഷന് പാർട്ടി മാറണം, അതായത് അവിടെ ഭരിക്കുന്ന ആളെ മാറ്റണം. അതിനുവേണ്ടിയാണ് ഭരണകൂടം അതിപ്പോഴും പർപ്പസ്ഫുള്ളി അതിൻ്റെ ആൾക്കാരത് വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് അത്തരത്തിൽ വൃത്തികേടായി കിടക്കുന്നതെന്ന് പറഞ്ഞു. മേ ബി ആയിരിക്കാം, നമുക്കറിയത്തില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ഈ വോട്ടും രാഷ്ട്രീയമൊക്കെ എല്ലാ രാജ്യത്തും ആ രീതി തന്നെയാണല്ലോ. പിന്നെ നമ്മുടെ ഒലിവർ പറഞ്ഞ കാര്യം, മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. നമ്മളിപ്പോൾ മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പേര് പണ്ട് ശരിക്കും വേറെയായിരുന്നു, റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്നായിരുന്നു. പിന്നീട് അത് നോർത്ത് മസിഡോണിയ എന്ന പേര് മാറ്റാനായിട്ട് ഒരു പ്രധാന റീസൺ ഉണ്ട്. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ് മസിഡോണിയൻ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശം സത്യം പറഞ്ഞാൽ ബൾഗേറിയ, ഗ്രീസ്, നമ്മളിപ്പോൾ ഉള്ള നോർത്ത് മസിഡോണിയ, ഈ 3 രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന പ്രദേശമാണ്.
അപ്പോൾ ഈ മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായ സമയത്ത് ഇവർ റിപ്പബ്ലിക് ഓഫ് മസിഡോണിയ എന്ന് പറഞ്ഞ് പേര് കൊടുത്തപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള തെസലനോക്കി പോലെയുള്ള നഗരങ്ങളൊക്കെ നമ്മുടെ ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യത്താണ് നടക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഗ്രീസുമായിട്ട് ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മസിഡോണിയ യൂറോപ്യൻ യൂണിയനിൽ ചേരാനായിട്ട് അംഗത്വം എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഗ്രീസ് ഓൾറെഡി യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണ്. അവരിങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മസിഡോണിയ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന് യൂറോപ്യൻ യൂണിയനിൽ കയറണം എന്നുണ്ടെങ്കിൽ ഗ്രീസ് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രീസ് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ പേര് മാറ്റണം എന്നായിരുന്നു. അങ്ങനെ താൽക്കാലികമായിട്ട് അവിടെ മറ്റൊരു പ്രസിഡന്റ് വരികയും എന്നിട്ട് ഇവർ പേര് മാറ്റിയിട്ട് മസിഡോണിയ എന്നുള്ള പേര് മാറ്റി നോർത്ത് മസിഡോണിയ എന്നുള്ള പേരിലേക്ക് ഈ രാജ്യത്തെ റീനെയിം ചെയ്തു. അപ്പോൾ ഗ്രീസുമായിട്ടുള്ള ഒരു ഉടമ്പടിയൊക്കെ റെഡിയാക്കി ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പോൾ ബൾഗേറിയ നൈസായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൾഗേറിയയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ മസിഡോണിയൻ ചരിത്രം, അതായത് ഈ അലക്സാണ്ടർ ചക്രവർത്തിയായിട്ടുള്ള ഈ ചരിത്രം മുഴുവൻ കംപ്ലീറ്റ് ബൾഗേറിയക്കും ഗ്രീസിനും അവകാശപ്പെട്ടതാണ്. അതിൽ നോർത്ത് മസിഡോണിയ ഇടപെടാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒലിവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞ കാര്യം, നമ്മുടെ ബെൽഗ്രേഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊട്ടസ്റ്റ് കണ്ടില്ലേ? ഞാനും ആലോചിക്കുകയായിരുന്നു. അതായത് അവിടെ 15 ആളുകൾ മരണപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അതിനോടാരംഭിച്ചാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത്. അതിനുശേഷം നമ്മളവിടെ പോയപ്പോൾ കണ്ടു സ്റ്റുഡൻസിനെ പ്രൊട്ടസ്റ്റ് ആരംഭിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി പല ആളുകളും അവരോട് ജോയിൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ഒലിവർ പറയുന്നത് നമ്മുടെ പുതിയ US പ്രസിഡൻ്റായിട്ടുള്ള ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുമാനപ്രകാരമാണ് അവിടെ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത് നിലവിൽ. അതായത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് സെർബിയയിൽ ഭരണം നടത്തുന്ന പ്രസിഡൻറ്റിനെ മാറ്റി പുതിയ പ്രസിഡൻറ്റിനെ കൊണ്ടുവന്നിട്ട് ഈ സെർബിയയും അതേപോലെ തന്നെ ഈ റഷ്യയുമായിട്ടുള്ള ടേംസ് ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്. കാരണം ഈ സെർബിയ റഷ്യയോട് കൂടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കയ്ക്ക് അത് പാടില്ല. അമേരിക്ക സെർബിയനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തണം. അതുമാത്രമല്ല കൊസോവോ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പോകുന്ന രാജ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുതിയ രാജ്യമായിട്ട് ലോക രാജ്യങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പുതിയ പ്രസിഡൻറ്റിനെ അമേരിക്ക തിരഞ്ഞെടുത്ത് കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒലിവർ പറയുന്നൊരു കാര്യം. അപ്പോൾ അതിനുവേണ്ടി അമേരിക്കൻ ഫണ്ട് ചെയ്യുന്ന ഹിഡൻ അജണ്ടകൾ കാരണമാണ് സെർബിയയിൽ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയധികം വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതെന്നാണ് നമ്മുടെ എന്താ പറയുക ഒലിവർ പറയുന്നത്. ദേവി അത് കേട്ടപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നല്ല കിഡിലൻ റോഡ്. സെർബിയയിലോ അതേപോലെ മസിഡോണിയയിലോ പോലും നമ്മൾ ഇത്തരത്തിലുള്ള റോഡുകൾ കാണുന്നില്ല. കൊസോവോയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ റോഡുകളുടെയൊക്കെ കംപ്ലീറ്റ് രീതികളെ മാറി. അതായത് ഫുൾ ഫ്ലൈ ഓവറൊക്കെ പണിത് നമ്മൾ ചൈനയിലൊക്കെ കണ്ട പോലത്തെ ടൈപ്പ് നദിയുടെ മുകളിലൊക്കെ ഫ്ലൈ ഓവറൊക്കെ പണിത് വെച്ചിരിക്കുന്ന റോഡ്. ഈ റോഡ് കംപ്ലീറ്റ് ഫണ്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതായത് അമേരിക്കൻ അധിനിവേശമാണ് കൊസോവോയിൽ മൊത്തം. അമേരിക്കയാണ് ഇത് കംപ്ലീറ്റ്. യൂറോപ്പിലെ ഒരു കുഞ്ഞ് അമേരിക്കയാണ് കൊസോവോ എന്നാണ് ഒലിവർ പറയുന്നത്. അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കൊസോവോയിൽ പോയി കഴിയുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ കൊസോവോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ പ്രിസ്റ്റീന എന്ന് പറയുന്ന അവരുടെ ആ ഒരു രാജ്യ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ മൊത്തം അമേരിക്കൻ ഇൻഫ്ലുവൻസാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്, പിന്നെ ഇവിടെ ബിൽ ക്ലിൻ്റൻ്റെ പ്രതിമ വരെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ബിൽ ക്ലിൻ്റൺ ബൊലിവാർഡ് എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അമേരിക്കയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്പിലെ അമേരിക്ക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു രാജ്യമാണ് ഈ കൊസോവോ എന്ന് പറയുന്നത്. ഈ ക്ലിൻ്റൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഇവിടെ ക്ലിൻ്റണും ഹിലാരി ക്ലിൻ്റണും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഒലിവർ നമ്മളോട് പറഞ്ഞു തന്നത്. എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതിയൊരു അറിവായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിലും വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് നമുക്ക് വരുന്ന വഴിക്കുള്ള റോഡും അതേപോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് US-ൻ്റെ ഫണ്ടിങ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഈ RKS എന്ന് പറഞ്ഞുണ്ടോ, റിപ്പബ്ലിക് ഓഫ് കൊസോവോ എന്നാണ് ആ ഒരു RKS-ൻ്റെ അർത്ഥം. അതാണ് ഇവരുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ്. നമ്മളിവിടെ ഒരു പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് നമ്മളിനിയിപ്പം നടന്ന് ഈ ഒരു സിറ്റിയിലെ കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്.
നമ്മളാകെ 4 പേരാണുള്ളത്, ഗൈഡും കൂടെ ചേർത്ത് 5 പേര്. നമ്മളിപ്പോൾ ആദ്യം ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകണം. അതിനുശേഷം ഇവിടെ താഴെ നമുക്ക് ഒരു സൈൻ ബോർഡുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യൂ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ രാജ്യങ്ങളിൽ ഒന്നാണ് സത്യം പറഞ്ഞാൽ കൊസോവോ എന്ന് പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏറ്റവും അവസാനമുണ്ടായ രാജ്യമായിരുന്നു കൊസോവോ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സൗത്ത് സുഡാൻ ഉണ്ടായതോടുകൂടി അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു സ്പോർട്സ് സെൻ്ററായിട്ട് നിർമ്മിച്ചൊരു സംഭവമാണ്. സ്പോർട്സ് സെൻ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ മറ്റും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡോർ സ്പോർട്സ് സെൻറ്റർ. ഇതിൻ്റെ താഴെ ഷോപ്പിംഗ് മോളാണ്. പിന്നെ ഇവിടുത്തെ ഈ താഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, ഇതിങ്ങനെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യം നല്ല അഴിമതിയുള്ളൊരു രാജ്യമാണെന്ന്. യെസ്, അത്യാവശ്യം നല്ല കറപ്റ്റഡാണ് ഈ സെർബിയയും കൊസോവോയും. ഇവിടുത്തെ ഉള്ള പല രാജ്യങ്ങളും കൊസോവോ എന്ന് പറയുന്നത് ഭയങ്കര കറപ്റ്റഡായിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് പറയുന്നത്. ആ കറപ്ഷൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക, ആ കറപ്ഷൻ അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് അമേരിക്ക ഇവിടെ ഒന്ന് കൂട്ടുകൂടി. കാരണം അമേരിക്ക ഇവിടെ ഒന്ന് കൂട്ടുകൂടിയാൽ മാത്രമല്ല നമുക്ക് റഷ്യയുമായിട്ട് ഉള്ള ഇവർ സെർബിയൊക്കെ റഷ്യ ചായവുള്ള സ്ഥലങ്ങളായിരുന്നല്ലോ. അപ്പോൾ റഷ്യ വന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇവരെ കൂട്ടുകൂടി ഇവിടെ സഹായങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും നമ്മുടെ ഗൈഡും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതൊക്കെ. ഈ കൊസോവോയിൽ ശരിക്കും നിങ്ങൾക്ക് സമീപത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ നിന്നും ഇതേപോലെ ഒരു ഡേ ടൂർ എടുത്തിട്ട് വരുന്നതാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു കാര്യം. അതിന് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യാൻ മാത്രമൊന്നും ഇവിടെ ഇല്ല. ഇനി അല്ല നിങ്ങൾക്ക് താമസിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മേ ബി യു ക്യാൻ കം ആൻഡ് സ്റ്റേ 1 or 2 days. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ സ്പോർട്സ് സെൻറ്റർ ഇച്ചിരി ശോക അവസ്ഥയിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫുട്ബോൾ സ്റ്റേഡിയം കാണാൻ സാധിക്കും. FC പ്രിസ്റ്റീന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ക്ലബ്ബുണ്ടെന്ന് തോന്നുന്നു. FC പ്രിസ്റ്റീന ക്ലബിൻ്റെ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ആ സ്റ്റേഡിയം അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല ഒരു കിഡിലൻ സ്റ്റേഡിയം അല്ലേ, കൊള്ളാം അല്ലേ. നമ്മളിപ്പോൾ ഈ കൊസോവോ എന്ന് പറഞ്ഞ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് 2008 2008 ഫെബ്രുവരി 17 ഇത് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത്. അതിന് മുമ്പ് 1990 മുതൽ റിപ്പബ്ലിക് ഓഫ് കൊസോവ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും യുഗോസ്ലാവിയയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയാണ് അവിടെ നിന്നും സ്പ്ലിറ്റായി വന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊസോവോ എന്ന് പറയുന്നത്. ഈ കൊസോവോയിൽ 95% വരുന്ന ആളുകളും മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് അൽബേനിയൻ മുസ്ലിംസാണ്. നമുക്കിവിടെ ഈ ഇതിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ അൽബേനിയയുടെയും അതേപോലെ തന്നെ കൊസോവോയുടെയും ഫ്ലാഗുകൾ ഇങ്ങനെ പാറി പറക്കുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അൽബേനിയയുടെ ഫ്ലാഗും കൊസോവോയുടെ ഫ്ലാഗും, അതിൽ കൊസോവോയുടെ ഫ്ലാഗാണ് നീല കളറിലുള്ളത്. ആ നീല കളറിലുള്ള ഫ്ലാഗിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് കൊസോവോയുടെ മാപ്പാണ് അവർ ആ ഒരു ഫ്ലാഗിൽ അവർ എംബോസ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലാണ് കൊസോവോയുടെ ഫ്ലാഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മുസ്ലിം കൺട്രിയാണ് എന്ന് നമുക്ക് ലിറ്ററലി മുസ്ലിം കൺട്രിയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അൽബേനിയ എങ്ങനെയാണോ അതേപോലെ തന്നെ അൽബേനിയ നമ്മൾ ഇപ്പോൾ അവിടെയും ഈ പറഞ്ഞ 90-95% ആളുകളും മുസ്ലിംസ് ആയിരുന്നു. ഇവരൊക്കെ മുസ്ലിംസ് ആയത് ബേസിക്കലി പണ്ട് ഈ ഒട്ടോമാൻ സാമ്രാജ്യത്തിൽ ഒട്ടോമാൻ്റെ ആൾക്കാർ ഇവിടെ കയ്യേറ്റം ചെയ്ത് വന്ന് ഈ ഭാഗത്ത് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ മുസ്ലിം മതം പ്രചരിച്ചതും ഇവിടെയുള്ള ഈ ബാൽക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം മതം വ്യാപിച്ചു വന്നതും ഒക്കെ. അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു മുസ്ലിം ഇൻഫ്ലുവൻസ് വന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ന്യൂ ബോൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഐക്കൺ കാണാം, ഒരു സംഭവം കാണാം. ഇതാണ് ഇവിടുത്തെ ഈ ഒരു കൊസോവോൻ്റെ ഈ ഭാഗത്തുള്ള ഒരു മെയിൻ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ന്യൂ ബോൺ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാം. അത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു സ്പോർട്സ് കോംപ്ലക്സിൻ്റെ മുമ്പിലായിട്ടാണ് ഈ ന്യൂ ബോൺ സിമ്പിൾ. ആ ഒരു ന്യൂ ബോൺ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ മേളിലെല്ലാം അതും ഇതൊക്കെ എഴുതി വൃത്തികളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ എൻ്റെ കൂടെ ഫക്കെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഇല്ല, FUCK മാത്രമേ ഉള്ളൂ, എഫ് ഇപ്പുറത്തെ എവിടെയാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഇത് ചെയ്ത്, പക്ഷേ അത് എന്താ പറയുക നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് അൽബേനിയൻ ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അൽബേനിയയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള കോഫി ഷോപ്പുകളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും ന്യൂ ബോൺ എന്നാണ്. നമ്മൾ നേരത്തെ പോയ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ താഴെ ഷോപ്പിംഗ് മോളെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ താഴെ ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ ന്യൂ ബോൺ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് വരെയുണ്ട്. ന്യൂ ബോൺ ഇവിടെ നമുക്ക് മെഡലിൻ ആൽബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്രട്ടറിയുടെ ഒരു പ്രതിമ നമുക്ക് കാണാം. അതിന് ബാക്കിലായിട്ട് നമുക്കിവിടെ US ഫ്ലാഗും അതേപോലെ തന്നെ കൊസോവോയുടെ ഫ്ലാഗും ഉണ്ട്. പണ്ട് ഇവിടെ യുദ്ധം നടന്ന സമയത്ത് ഇവരായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ സ്മരണാർത്ഥമാണ് നമുക്കിവിടെ അവരുടെ ഒരു പ്രതിമയുള്ളത്. അപ്പോൾ ഇതെന്തോന്നടി ഇത് കൊസോവയിൽ
നമുക്ക് അമേരിക്കൻ ആളുകളുടെ പ്രതിമകളാണല്ലോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലായിടത്തും. കണ്ടില്ലേ, ഞാനിവിടെ ഫുട്പാത്തിൽ കയറിയപ്പോഴത്തേക്കിനും എല്ലാവരും നിർത്തി തരുന്നുണ്ടല്ലേ. ഫുട്പാത്തല്ല, സീബ്ര ക്രോസിൽ കയറിയപ്പോൾ എല്ലാവരും നിർത്തി തരുന്നുണ്ടല്ലേ. അതാണ് നമ്മുടെ പഴയ സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. പക്ഷേ ഇത് സോവിയറ്റ് കാലത്തിൻ്റെ സോവിയറ്റുകാരുടെ സ്ഥലം ആയിരുന്നില്ലല്ലോ. നമ്മൾ നേരത്തെ കണ്ടത് FUCK ആയിരുന്നില്ല കേട്ടോ, F ഇല്ലാത്തതല്ല കേട്ടോ, UCK ആയിരുന്നു. UCK എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടാളത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അവിടെ നിന്ന് കൊസോവോയുടെ സുവനീറൊക്കെ വാങ്ങിച്ച് കൊസോവയുടെ സുവനീറൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കാരണം സുവനീറൊക്കെ വാങ്ങിക്കണമല്ലോ, കാരണം ഇത് ഇങ്ങോട്ട് വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ കൊസോവയിലേക്കൊക്കെ. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ നിലവിൽ 104 UN രാജ്യങ്ങളാണ് കൊസോവോനെ അംഗീകരിച്ചിരിക്കുന്നത്. ശരിക്കും ബാക്കിയുള്ളവരെല്ലാവരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉടനെ തന്നെ അത് നമ്മുടെ ട്രംപ് അംഗീകരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട്. പ്രിസ്റ്റീന നഗരത്തിൻ്റെ സിറ്റി സെൻറ്റർ ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ മിനിസ്ട്രി ഓഫ് എക്കണോമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ് പലതും. പല സ്ഥലത്തും ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ പരിപാടികൾക്ക് വേണ്ടി എന്തൊക്കെയോ സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ താഴെ റെസ്റ്റോറൻറ്റുകളും മറ്റുമൊക്കെയാണ് ബാക്കിയുള്ളതെല്ലാം. ഇവിടെ നമുക്ക് ഫ്രീ ഉക്രൈൻ എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഒരു പരസ്യം പോലെ ഒരു സാധനം വെച്ചിരിക്കുന്നുണ്ടോ, ഫ്രീ ഉക്രൈൻ എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു പ്ലക്കാർഡ് വെച്ചിരിക്കുന്നുണ്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത്. ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ, ഇവിടെ അല്ല, നമുക്ക് യൂറോപ്പിൽ മൊത്തത്തിൽ കാണാം. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഇത്ര വലുതായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലല്ലേ അല്ലേ ചോദിക്കൂ. ഇവിടെയുള്ള പല കെട്ടിടങ്ങളും നമ്മുടെ യുഗോസ്ലാവിയയുടെ സമയത്തുണ്ടാക്കിയ കെട്ടിടങ്ങൾ പോലെയൊക്കെ നമുക്ക് ചിലത് ഫീൽ ചെയ്യും. ആ ഒരു സമയത്തെ കെട്ടിടങ്ങൾ പോലെ തന്നെയാണ് പലതും ഇരിക്കുന്നത്. ശരിക്കും യുഗോസ്ലാവിയ വിഭജിച്ച് ഡയറക്റ്റായിട്ടുണ്ടായ ഒരു രാജ്യമല്ല കൊസോവോ. സെർബിയ ആണ് യുഗോസ്ലാവിയയിൽ നിന്നും ഉണ്ടായത്. സെർബിയയിൽ നിന്നാണ് കൊസോവോ വിഭജിച്ച് മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പല സംഭവങ്ങൾ അങ്ങനെയാണ്. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിലും ഇവർ യൂറോ ആണ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് വേറെ കറൻസി ഒന്നും ഇല്ല. ഇവിടെ അത്യാവശ്യം അഫോർഡബിളാണ് ബാക്കിയുള്ള സംഭവങ്ങൾ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈവൻ കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിലും ടൂറിസ്റ്റുകൾക്കാണെങ്കിലും മൊത്തത്തിൽ അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. നിങ്ങൾക്ക് ഈ കൊസോവോയിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഡയറക്റ്റ് കൊസോവോയിലേക്ക് വന്ന് ഫ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സെർബിയയിൽ വന്നിട്ട് കൊസോവോയിലേക്ക് വരണം. സെർബിയയിൽ നിന്നും കൊസോവോയിലേക്ക് വരണം, അല്ലെങ്കിൽ മസിഡോണിയയിൽ നിന്നോ അൽബേനിയയിൽ നിന്നോ കൊസോവോയിലേക്ക് വരണം. കൊസോവോയിൽ വന്നിട്ട് നിങ്ങൾക്ക് സെർബിയയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നും പോകാൻ പറ്റത്തില്ല. കൊസോവോയിൽ നിന്നും സെർബിയയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കൊസോവോയിൽ നിന്നും മസിഡോണിയയിലേക്കോ അല്ലെങ്കിൽ അൽബേനിയയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ എക്സിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെർബിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം കൊസോവോയിൽ നിങ്ങൾ ആദ്യം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് സെർബിയ റെക്കഗ്നൈസ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമുക്ക് ഒരു ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ UK US വിസ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കിവിടെ വിസ ഓൺ അറൈവൽ വഴി വിസ വേണ്ട, ഓൺ അറൈവലിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടുന്നതാണ്. അമേരിക്കയിലെ എല്ലാ പ്രസിഡൻറ്റുമാരുടെയും പേരിൽ ഇവിടെ ബൊലിവാർഡും സ്ട്രീറ്റും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജോർജ് ബുഷ് സ്ട്രീറ്റിലാണ്, ജോർജ് ബുഷ് ബൊലിവാർഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, ഇവന്മാർ ക്രിഞ്ചടിപ്പിച്ച് കൊല്ലുമല്ലോ ഫുള്ള്. ഇനി എപ്പോഴാണോ ട്രംപിൻ്റെ ഉണ്ടാകുന്നത് എനിക്കറിയത്തില്ല. നമ്മളിവിടുത്തെ ഏതൊരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ സംഭവം ബുഴക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചോട്ടോ. ബുഴക്ക് എന്ന് പറഞ്ഞ സാധനം, അതായത് മീറ്റാണ് ഇത്. നമ്മളെ തുർക്കിലൊക്കെ കിട്ടുന്ന സാധനമാണ്. മീറ്റും കിട്ടും, വെജിറ്റേറിയനും കിട്ടും. നമ്മളെ പപ്സ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. നമ്മൾ ഈ മുസ്ലിം മെജോറിറ്റി സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും കേട്ടോ. പിന്നെ അയറൻ കിട്ടും ഇവിടെ എല്ലായിടത്തും. ഈ തുർക്കി മുതൽ ഇങ്ങോട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കിട്ടും അയറൻ. സ്ട്രീറ്റുകളൊക്കെ എല്ലാം എന്ത് വൃത്തിയാണ്, ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എവിടെ പോയാലും വൃത്തിയുള്ള സ്ട്രീറ്റുകൾ. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും എല്ലായിടത്തും നിന്ന് സേർട്ട് വിളിച്ചിട്ട് സേർട്ട് എല്ലായിടത്തും വലിച്ചു വാരിയിടും. അതേ ഉള്ളൂ ആകെയുള്ളൊരു പ്രശ്നം. ഷൂസിൻ്റെ കട, പിന്നെ ചായക്കട, തേയിലക്കട, പിന്നെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ കട, മെഡിക്കൽ സ്റ്റോർ, അങ്ങനെ അത്തരത്തിലുള്ളൊരു ലോക്കൽ ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയയിലൂടെ കടന്ന് നമ്മളിപ്പോൾ അവിടെ ഒരു കത്തീഡ്രലുണ്ട്. കത്തീഡ്രലാണോ ചർച്ചാണെന്ന് അറിയില്ല, നോക്കട്ടെ. അതിനടുത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് മദർ തെരേസ. മദർ തെരേസയുടെ കത്തീഡ്രലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ മദർ തെരേസ എന്ന് പറഞ്ഞ ആൾ ജനിച്ചത് എവിടെയെന്നറിയോ? എവിടെയാ?
നമ്മുടെ സ്കോപ്പിയയിലാണ്, അതായത് നമ്മളിപ്പോൾ വന്ന മാസിഡോണിയയിലെ സ്കോപ്പിയയിലാണ് മദർ തെരേസ ജനിച്ചത്. അവിടെ ഹൗസ് ഓഫ് മദർ തെരേസ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീടൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോകണം. അതെനിക്ക് ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പറ്റുവാണെങ്കിൽ എനിക്ക് പോകണം. അപ്പോൾ മദർ തെരേസയുടെ മെമ്മോറിയലിൽ നിർമ്മിച്ചിരിക്കുന്ന മദർ തെരേസയുടെ കത്തീഡ്രലാണ് നമുക്കിവിടെ ഈ കാണാൻ സാധിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു പുതിയ ഒരു പള്ളി എന്ന് പറയുന്നത്. ആ കത്തീഡ്രലിന് മുമ്പിലായിട്ട് നമുക്ക് ഇബ്രാഹിം റുഗോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രതിമ കാണാം. അദ്ദേഹം കൊസോവോയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ്. ഇവിടെ ഈ ഒരു പള്ളി, ഒരു കത്തീഡ്രൽ കാണുമ്പോഴത്തേക്കിനും നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും. എൻ്റെ മനസ്സിൽ ആ ചിന്ത വന്നു. അതിനുത്തരം എനിക്ക് എൻ്റെ ഗൈഡ് പറഞ്ഞു തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് 95-96% മുസ്ലിംസ് ഉള്ള ഒരു മുസ്ലിം രാജ്യമെന്ന് തന്നെ പറയാൻ സാധിക്കുന്ന കൊസോവോ എന്ന് പറയുന്ന ഈ രാജ്യത്ത് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ സെൻട്രൽ ബൊലിവാർഡ് ഏരിയയിൽ എന്തിനാണ് ഒരു ക്രിസ്ത്യൻ കത്തീഡ്രൽ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്? അതായത് ഒരു ക്രിസ്ത്യാനികൾ തീരെ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു കത്തീഡ്രൽ എന്തിനാണ് ഇത്രയും പൈസ മുടക്കി ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഉത്തരം എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള മതക്കാർക്കും അവർ പരിഗണന കൊടുക്കുന്നു. ഇതൊരു പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം രാജ്യമല്ല, മറ്റുള്ള മതങ്ങൾക്കും ഇവിടെ പരിഗണനയുണ്ട്, അല്ലെങ്കിൽ അവരെയും കെയർ ചെയ്യുന്നു എന്നുള്ള ചിന്ത അല്ലെങ്കിൽ എന്നുള്ള തോട്ട്സ് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടി ആണ് ഇവിടുത്തെ ഭരണകൂടം ഇത്രയും പൈസ മുടക്കി ഇതിവിടെ ഒരു കത്തീഡ്രൽ ഇങ്ങനെ പണിതതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ശരിക്കും ഒന്നാലോചിക്കുക, എത്ര കോടി രൂപയായിരിക്കും ഈ ഒരു കത്തീഡ്രലിന് വേണ്ടി ഇവിടെ മുടക്കിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും പിന്നീട് ആ ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ പുല്ലുവില ഇവിടുത്തെ ഗവൺമെൻറ് അത് നേടി ഇവിടെ ഒരു നിർമ്മിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മദർ തെരേസ കത്തീഡ്രൽ എന്ന് പറയുന്ന ആ ഒരു കത്തീഡ്രലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സംഭാവനകൾ ലോകമെമ്പാടുമുള്ള ആളുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കത്തീഡ്രൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് അഴിമതിയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? താങ്ക് യു. കത്തീഡ്രലിനകത്തേക്ക് കയറി വന്നു. ഇത് വളരെ മനോഹരമാണ്. ഭയങ്കര ഹൈറ്റാണ്. എന്ത് ഹൈറ്റാണെന്ന് എനിക്ക് ഇവിടെ ആരാധനയൊന്നും നടക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല കണ്ടിട്ട്. സംഭവം അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരാളുടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവർ മദർ തെരേസയ്ക്ക് കത്തീഡ്രൽ നിർമ്മിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ കൊസോവോവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ഒരു സെയിൻറ്റ് എന്ന് പറയുന്നത് മദർ തെരേസയാണ്. അല്ലെങ്കിൽ കാത്തലിക്സുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് മദർ തെരേസയാണ്. കാരണം മദർ തെരേസ ജനിച്ചത് ഇപ്പോൾ നിലവിലുള്ള മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്താണെങ്കിലും ഈ മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യം പണ്ട് സെർബിയയുടെ ഭാഗവും അല്ലെങ്കിൽ ഈ അൽബേനിയ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് അവർ ജനിക്കുന്ന സമയത്ത് വേറെ പല ഇതൊക്കെ ഒന്നായിരുന്നല്ലോ ബേസിക്കലി. പിന്നീട് സ്പ്ലിറ്റായി പോയതല്ലേ. അപ്പോൾ അത്തരത്തിലായതുകൊണ്ടാണ് ശരിക്കും ഇവിടെ മദർ തെരേസയുടെ പേരിൽ ഒരു കത്തീഡ്രൽ ഇവരിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ദിസ് ഈസ് അമേസിങ് അല്ലേ? ഈ കസേരയിലൊന്നും ആരും ഇരുന്നിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഫ്രഷാണ്, പുത്ത സാധനം. നമ്മൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും കാണുന്ന പോലെ ആ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള മാർബിൾ തൂണുകൾ. ഇതിലൊക്കെ എത്ര വീതിയുണ്ടെന്നറിയോ? ഈ ഒരു തൂണിന് ഭയങ്കര വീതിയാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയാനായിട്ട് എത്ര നിലയുടെ ഹൈറ്റ് ഉണ്ടാവും? മിനിമം ഒരു 7-8 നിലയുടെ ഹൈറ്റ് ഉണ്ടാവും. അത്ര ഹൈറ്റ് ഇതിനുണ്ട്. ഇതിൻ്റെ അൾത്താരയും അതേപോലെ തന്നെ അൾത്താരയിതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാമോദീസ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു തടിയുടെ കുരിശ് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെന്താ, വേറെ ഒന്നുമില്ല, സിമ്പിൾ. മദർ തെരേസയുടെ കത്തീഡ്രൽ അല്ലേ? മദർ തെരേസ എവിടെയെന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ആ കുരിശിൻ്റെ പുറകിലാണ് മദർ തെരേസയുള്ളത്. കണ്ടോ? ആ കുരിശിൻ്റെ പുറകിൽ അവിടെ നമുക്ക് മദർ തെരേസ അപ്പുറത്തും ഇപ്പുറത്തും 2 കുട്ടികളിങ്ങനെ അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണാം. നമ്മളിവിടെ നിന്നൊരു ലിഫ്റ്റിൽ കയറി നമ്മൾ ഈ പള്ളിയുടെ മേളിൽ പോകാൻ പോവാണേ. ഞങ്ങൾ ആ ലിഫ്റ്റിൽ കയറി ആ പള്ളിയുടെ മേളിൽ വന്ന് ആ പള്ളിയുടെ മേളത്തെ അവസ്ഥ നമുക്ക് ഇതുണ്ടല്ലേ, ഇതൊക്കെ എന്തൊക്കെയോ എഴുതി വൃത്തിയിടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കോപ്യ നഗരത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. ആ പള്ളിയുടെ താഴെ ഒരു ക്ലീനറാണ് നമ്മൾ കണ്ടില്ലേ, ആ ക്ലീനർക്ക് ഒരു €1.5 കൊടുത്താൽ ലിഫ്റ്റിൽ കയറ്റി പുള്ളി നമ്മൾ മേളിൽ കൊണ്ടുവിടും. കാശ് കൊടുക്കണം, എന്നാലും നമ്മൾ മേളിൽ കൊണ്ടുപോകുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി വരണം. ഇതിൻ്റെ മേളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ദൂരെ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യത്യസ്ത ഷേപ്പിലുള്ള ബിൽഡിംഗ് കണ്ടോ? അത് കൊസോവോ ലൈബ്രറിയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് പണി തീരാതെ കിടക്കുന്ന അല്ലെങ്കിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു മോസ്കിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. പിന്നെ ചുറ്റിനും മലനിരകൾ, ആ മലനിരകൾക്ക് നടുവിലായിട്ട്
ശരിക്കും നമ്മുടെ കാഠ്മണ്ഡു നഗരമൊക്കെ പോലെ തോന്നുന്നു എനിക്കിത് ഇവിടെ നോക്കി കാണുമ്പോഴത്തേക്കിനും. കാഠ്മണ്ഡു ഇച്ചിരി വൃത്തിയില്ല എന്നുള്ളേ ഉള്ളൂ, ഇവിടെ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ മലനിരകൾക്ക് നടുവിലായിട്ട് നമ്മുടെ കൊസോവോ നഗരം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇല്ല കൊള്ളാം കേട്ടോ. ആ കാണുന്ന സംഭവം കണ്ടോ, നമ്മൾ ആദ്യം പോയ സ്റ്റേഡിയമാണ് ആ കാണുന്നത്, കണ്ടില്ലേ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ റൂഫാണ് ആ കാണുന്നത്. എന്തായാലേ ഒരു രാജ്യം പുതിയതായിട്ടുണ്ടാകുമ്പോഴത്തേക്കിനും ആ രാജ്യത്തിലെ ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കണം. സ്വന്തമായിട്ട് കറൻസി ഇല്ലെങ്കിൽ കറൻസി ഉണ്ടാക്കണം, പിന്നെ ഓരോ സംഘടനകളിൽ അംഗത്വം നേടണം, ഇപ്പോൾ UN അംഗത്വം നേടണം, പിന്നെ നമുക്ക് എന്താ പറയുക ഓരോ രാജ്യങ്ങളുടെ അനുമതി വേണം, പിന്നെ ഇൻ്റർപോളിൻ്റെ അനുമതി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ്. ഒരു രാജ്യം പുതിയതായിട്ടുണ്ടാകുമ്പോഴത്തേക്കിനും ഭരണഘടന വേണം, പിന്നെ അവിടുത്തെ സിസ്റ്റം വേണം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിപാടികൾ വേണം, പിന്നെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ ഈച്ച് ആൻഡ് എവറിത്തിങ്, അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ പരിപാടികളുണ്ടോ അതെല്ലാം ചെയ്യണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരു രാജ്യം പുതിയതായിട്ടുണ്ടാക്കുമ്പോഴത്തേക്കിനും ചെയ്യണം അല്ലേ. അതേപോലെ തന്നെയല്ലേ ഒരു സംസ്ഥാനം ഉണ്ടാക്കുമ്പോഴും എന്തൊക്കെ പരിപാടികളാണ്, ഇതിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ പരിപാടികൾ നോക്കണം. എല്ലാം ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സിറ്റിയുടെ പുതിയ ഭാഗങ്ങളും പഴയ ഭാഗങ്ങളും വലിയ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കും. ചെറിയൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ പോലും എക്കണോമിയിൽ വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എന്തോ ഒരു സ്കൂളോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കാണുന്നത്. എവിടെ നോക്കിയാലും റോഡെന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് നല്ല റോഡുകളാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ മസിഡോണിയ കണ്ടതിലും സ്കോപ്പിയയിൽ കണ്ടതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. അതേപോലെ അഴിമതിയുണ്ട് ഗൈസ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അഴിമതിയും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും അല്ലേ ആലോചിക്കുക. എന്തായാലും ആ പള്ളിയുടെ മുകൾ ഭാഗമൊക്കെ ഇത്തരത്തിൽ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും കഷ്ടം തോന്നുന്നു. ഇവിടെ മേളിൽ ആൾക്കാരിന്ന് ഷർട്ടൊക്കെ വലിക്കുന്നത് കാണാം. അടിപൊളി. ഇവിടെ ഫുള്ള് സ്റ്റിക്കർ എഴുത്തും പരിപാടികളാണല്ലോ എല്ലായിടത്തും. ഇനി വേറൊരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ വീണ്ടും ഞെട്ടും. നമ്മൾ വന്നിരിക്കുന്ന 96% മുസ്ലിംസ് ഉള്ള ഈ കൊസോവോ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ കാണുന്ന പള്ളിയുടെ അത്രയും വലിപ്പമുള്ള ഒരു മോസ്ക് പോലും ഇല്ല. ഇവിടെ ഉള്ള മോസ്കെല്ലാം കുഞ്ഞു കുഞ്ഞു മോസ്കുകളാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ അൽബേനിയക്കാരെ പോലെയാണ്, അത്ര റിലീജിയസ് അല്ല. ഇവിടെ ഒരു ഞാൻ ചോദിക്കുകയായിരുന്നു, ഇവിടെ ഗ്രാൻഡ് മോസ്ക് ആണ് ഇത്രയും വലിയൊരു പള്ളി ഈ നഗരഹൃദയത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഗ്രാൻഡ് മോസ്ക് കാണണ്ടേ? അതില്ല ഇവിടെ. അങ്ങനെ ഒരു ഗ്രാൻഡ് മോസ്ക് ഇവിടെ ഇല്ലാതെ കുഞ്ഞു കുഞ്ഞു പള്ളികളെ ഉള്ളൂ, കുഞ്ഞു ചെറിയ പള്ളികളെ വേറെ ഉള്ളൂ, മോസ്കുകളെ വേറെ ഉള്ളൂ എന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് ശരിക്കും ഒരു 1.5 പള്ളി കേട്ടോ. ഇതിൻ്റെ മേളിൽ ആ കാണുന്ന ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. അതിൻ്റെ മേളിൽ കയറിയപ്പോഴത്തേക്കിനും ആ ഒരു സിറ്റിയുടെ ഒരു നല്ലൊരു കിടിലം വ്യൂ നമുക്ക് കിട്ടി. ആ ഒരു പള്ളിയുടെ മുമ്പിലായിട്ട് നമുക്കിവിടെ മനോഹരമായിട്ട് ഒരു ഗാർഡനും അതേപോലെ തന്നെ ഒരു പബ്ലിക് ഗ്യാതറിങ് പ്ലേസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ അടിയിലും കടകളും ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. ഈ ഏരിയയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ സ്കോപ്പിയയിൽ കണ്ടതുപോലെ അല്ല. സ്കോപ്പിയയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വൃത്തിക്ക് സൂക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ആ പള്ളിയുടെ മേളിൽ കയറിയപ്പോഴത്തേക്കിനും ഒരു ലൈബ്രറി ബിൽഡിംഗ് ഞാൻ കാണിച്ചായിരുന്നു അല്ലേ. യെസ്, ആ ലൈബ്രറി ബിൽഡിംഗാണ് ഇവിടെ കാണുന്നത്. 1970 കാലഘട്ടത്തിൽ യുഗോസ്ലേവിയയുടെ സമയത്ത് നിർമ്മിച്ച ലൈബ്രറിയാണ് ഇതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് കണ്ടിട്ടൊരു പുതിയ കെട്ടിടം പോലെ തോന്നുന്നു. ഇത് ശരിക്കും ഒരു ഒട്ടോമാൻ അതേപോലെ തന്നെ ബൈസാൻറ്റൈൻ സ്ട്രക്ചർ ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നിർമ്മിച്ചൊരു സംഭവമാണ്. അതാണ് ആ ഒരു ഡോമിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരു ക്രൊയേഷ്യൻ ആർക്കിടെക്റ്റാണ് ഇത് നിർമ്മിച്ചത്. ഇത് കണ്ടിട്ട് നല്ല രസമുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ്. പക്ഷേ ദൂരെ നിന്ന് കാണണം, അടുത്ത് വരുമ്പോൾ ഭംഗിയില്ല. ദൈവമേ, എവിടെ പോയാലും US ഫ്ലാഗ് ആണല്ലോ കാണുന്നത്. എന്തുവാടേ ഇത്, ഇങ്ങനെയും ഉണ്ടോ? ഞാൻ ഇങ്ങനെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം പുതിയ ട്രംപ് വന്നതോടുകൂടി ഇവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ട്രംപ് ഇപ്പോൾ പല വിദേശ രാജ്യങ്ങൾക്കുള്ള എയ്ഡൊക്കെ വെട്ടിച്ചുരുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ട്രംപ് അങ്ങനെ വെറുതെ കൈവിട്ട് കളയത്തൊന്നുമില്ല അല്ലേ. നമ്മൾ അത്രയും വലിയ മണ്ടൊന്നും അല്ലല്ലോ. ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ മറ്റേ ഇരുമ്പാണ്. കണ്ടോ, ഇരുമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ മൊത്തം ഇതേപോലെ റെഡിയാക്കിയിരിക്കുന്ന സംഭവം അടിപൊളി. 1970 ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിൽ ഒരു ബിൽഡിംഗ് ഇവർ നിർമ്മിച്ചു എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ് തിങ് അല്ലേ. ഇതിനകത്തൊരു അമേരിക്കൻ കോർണർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇരിക്കുന്നത് ലൈബ്രറിക്കകത്ത്. അമേരിക്കൻ കോർണർ അടിപൊളി. ഞങ്ങളങ്ങനെ ആ ലൈബ്രറിക്കുള്ളിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം മഹത് വ്യക്തികളുടെ ഫോട്ടോസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതിവരുടെ സ്റ്റേറ്റ് ലൈബ്രറിയാണ്. 1970 ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഇവർ ഇത്തരത്തിലൊരു ഇൻറ്റീരിയറിൽ ഈ ഒരു ലൈബ്രറി പണിതു എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറി കാണണം. അതും എത്ര മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. അതായത് യുഗോസ്ലാവിയയുടെ സമയത്ത് ചെയ്ത സംഭവമാണ്. ഇപ്പോഴത്തെ ആൾക്കാരായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഭംഗിയോടെ ചെയ്തൊന്നും വരത്തില്ല. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയത്തില്ലേ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചെയ്തതും ഇപ്പോൾ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നതും അതുപോലെ തന്നെ. ഇതിനകത്തെ ഒരു ഓഡിറ്റോറിയം നമുക്ക് വേണ്ടി ഞാൻ തുറന്ന് കാണിച്ചു നോക്കിയേ. ആ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഈ ഒരു സംഭവം കണ്ടോ, ഇതും ഇതിൻ്റെ പുറത്തെ ഡിസൈനും എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കുന്നില്ലേ. ഇത് തടിപ്പണിയാണ് കണ്ടോ, തടിപ്പണി. സൗണ്ട് ഐസൊലേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത സംഭവമാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ഒരു ഓഡിറ്റോറിയം. അവിടെ മേളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ആ ലൈബ്രറിയുടെ അപ്പുറത്തൊരു മോസ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് മോസ്ക് അല്ല, അത് ചർച്ച് തന്നെയാണ്. ആ ചർച്ച് പണി തീരാതെ കിടക്കുന്നൊരു ചർച്ചാണ്. അത് കുറേ നാളായിട്ട് പണി തീരാതെ കിടക്കുന്നൊരു ചർച്ചാണ്. ഇവരിവിടെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഇവിടെ ക്രിസ്ത്യാനികളില്ലെങ്കിലും കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരേക്കോ ഇതാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇവർ കുറേ പള്ളികളൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ കാഴ്ച ഇവിടെ ഉണ്ടല്ലേ. ഞാൻ ഈ കാഴ്ച അധികം നമ്മൾ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ അതിവിടെ ആളുകൾ ചെയ്യുന്നത് കണ്ടു. ഒരാൾ അവിടെ നിന്ന് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ച കേട്ടോ. അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. എനിക്ക് ഷൂസ് ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ പൊക്കി വെച്ച് എന്താ പിന്നെ ഷൂസ് ഊരി കൊടുക്കാം, പക്ഷേ ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കുന്നത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഉച്ചയായപ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിരുന്ന് തുടങ്ങി. ഇതിവിടെ വേറൊരാളിരിപ്പുണ്ട്, എന്താണെന്നറിയില്ല. പ്രസിഡൻറ്റ് ഇബ്രാഹിം റുഗോവ എന്ന് പറഞ്ഞിട്ട് കൊസോവയുടെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ ചിത്രം ഇവിടെ ബിൽഡിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ സോവിയറ്റ് യൂണിയൻ്റെ ശൈലിയാണ്. സോവിയറ്റ് യൂണിയനും യുഗോസ്ലാവിയ ടീമുകൾക്കും ഒക്കെ ഏകദേശം കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും. ഈവൻ കെട്ടിടങ്ങൾക്കാണെങ്കിലും പിന്നെ അവരുടെ രീതികളെ പറ്റി എനിക്കറിയത്തില്ല, എന്നാലും കുറേയൊക്കെ സിമിലാരിറ്റീസ് പല കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ തന്നെയുള്ളൊരു സെൻട്രൽ വാക്കിംഗ് ഏരിയ വേണം അല്ലേ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വാക്കിംഗ് സ്ട്രീറ്റുകൾ പോലത്തെ സ്ഥലമാണ്. എല്ലായിടത്തും ഏത് നഗരത്തിലും ചെറുതും വലുതുമായ ഏത് നഗരം എടുത്താലും അവിടെ ഉണ്ടാവും ഇതുപോലെയുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ. ആളുകൾ വണ്ടിയുടെ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വാക്കിംഗ് സ്ട്രീറ്റുകളിൽ വരും, സായാഹ്നം സ്പെൻഡ് ചെയ്യും. റെസ്റ്റോറൻറ്റുകളും ബാറുകളും പബ്ബുകളും ഒക്കെ ആയിട്ട് അത് മൊത്തത്തിലൊരു വൈബുള്ളൊരു സ്ഥലമായിരിക്കും. ഈവൻ ഷോപ്പിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, മനസ്സിലായില്ലേ. ഷോപ്പിംഗ് മാളുകളല്ല, ഇതുപോലെയുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ. ഈ കൊസോവോ വരാൻ നേരം എൻ്റെ ഉണ്ടായിരുന്ന ഐറാലോ യൂറോപ്പ് സിം ഇവിടെ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാനിവിടെ കൊസോവോയുടെ സിമ്മ് ഐറാലോ വഴി എടുത്ത്, ഐറാലോ നിങ്ങൾക്കറിയാം ഇ സിം തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. VPN ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുജിത്ത് 4285 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്കൊരു $3 കിട്ടും. എനിക്കും കിട്ടും $3. ഒരു വിൻ റെഫറൽ കോഡാണത്. ആ $3 എന്ന് പറഞ്ഞാൽ ഏകദേശം 1250 രൂപയായി. നിങ്ങൾക്ക് വെച്ചൊരു സിം ചിലപ്പോൾ ഒരു $5 സിം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് $3 ഡിസ്കൗണ്ട് കിട്ടും. $2 കൊടുത്താൽ മതി. അപ്പോൾ ഐറാലോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെ എന്തോ ഒരു വലിയൊരു കൺസേർട്ടോ എന്തോ ഒരു പ്രോഗ്രാം നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരിവിടെ. മറ്റേ ലൈറ്റും സൗണ്ടും ഒക്കെ ക്രമീകരിക്കുന്നത് കണ്ടില്ലേ. ഇതിങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പൊക്കും. അതാണ് ഫിക്സ് ചെയ്യാൻ പോകുന്ന പരിപാടികൾ. വലിയ വലിയ ബോക്സുകളൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം നല്ല നല്ല കെട്ടിടങ്ങളും സംഭവങ്ങൾ. കേട്ടാൽ പഴയ കെട്ടിടങ്ങളൊക്കെ പഴയ ട്രഡീഷണൽ സ്റ്റൈൽ കെട്ടിടങ്ങളൊക്കെ കുറവാണ്. എല്ലാം ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലൊക്കെ എടുത്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാം. എന്തായാലും സംഭവം പൊളിയാണേ. ഈ കാണുന്ന കെട്ടിടം എന്താണെന്നറിയാമോ, ഇത് ഇവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. അതെനിക്ക് എൻ്റെ ദൈവം, ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് പാർലമെൻറ്റ് ബിൽഡിംഗ് ആണോ? അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവിടെ ആയിട്ട് 2 മോസ്ക് നമുക്ക് കാണാൻ വേണ്ട. മിനാരെ കാണുന്നതാണ് ഇവരുടെ മോസ്ക്. 2 ചെറിയ മോസ്ക് അവിടെ ഉണ്ട്. ഇതാണ് ഇവരുടെ പാർലമെൻറ്റ് ബിൽഡിംഗ്. അപ്പോൾ ഇത് പാർലമെൻറ്റ് സ്ക്വയർ ആയിരുന്നോ? അടിപൊളി. ഇതെനിക്ക് കൊസോവോയുടെ പാർലമെൻറ്റ്, ഞാൻ ഈ രാജ്യത്ത് ഈ ഒരു ട്രിപ്പിൽ ഞാൻ എത്ര രാജ്യങ്ങളുടെ പാർലമെൻറ്റ് മന്ദിരങ്ങൾക്ക് മുമ്പിലൂടെ ഇതുപോലെ സിമ്പിളായിട്ട് വീഡിയോ എടുത്ത് നടന്നല്ലേ. എനിക്ക് എൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റ് ഒന്ന് ശരിക്കും പോയി ഇതേപോലെ പുറത്തു നിന്ന് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഇതൊരു പാർലമെൻറ്റ് ബിൽഡിംഗ് ആയിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല ഹോട്ടലോ അല്ലെങ്കിൽ വല്ല ഷോപ്പിംഗ് സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നതായിരുന്നു, അല്ല അപ്പാർട്ട്മെൻറ്റ് വല്ലതും ആയിരിക്കുന്നത്. ദിസ് ഈസ് എ പാർലമെൻറ്റ് ബിൽഡിംഗ്. ആ ഒരു സെൻട്രൽ ആ ഒരു ബൊലിവാർഡ് ഏരിയയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് എന്ത് രസമല്ലേ. ഇവിടുത്തെ സുവനീറുകളിൽ ഇവിടെ 2 രാജ്യങ്ങളുടെ സുവനീർ കിട്ടും കേട്ടോ. അതായത് അൽബേനിയയും കിട്ടും, കൊസോവയും കിട്ടും. 2 രാജ്യങ്ങളുടെ സുവനീർ. ഈ റെഡ് സംഭവങ്ങളൊക്കെ അൽബേനിയയുടെ സംഭവമാണ്. അൽബേനിയൻ സുവനീറും
കൊസോവോ സുവനീറും രണ്ടും കൂടെ കിട്ടുന്ന രാജ്യം കൊസോവോ. ഇവിടെ ഒരു ചെറിയൊരു മെമ്മോറിയൽ കാണാം. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,145 മെഡൽസ് ഉപയോഗിച്ചാണ് ഈ ഒരു ചെറിയൊരു സംഭവം അവിടെ ചെയ്തിരിക്കുന്നത്. ഹീറോയിൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് 1998-99 കാലഘട്ടത്തിൽ ഇവിടെ കൊസോവോ വാർ നടന്ന സമയത്ത് സെർബിയൻ പട്ടാളത്തിലെ ആളുകൾ, സെർബിയക്കാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ 20,145 ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ അവർ പീഡിപ്പിച്ച് കൊന്നു എന്നിരുന്നു, അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു സിംബോളിക്കായിട്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു മെമ്മോറിയലാണ് ഈ കാണുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾ കുട്ടികൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ? അടിപൊളിയെ, ഇത് ക്യൂട്ടല്ലേ കുട്ടികളൊക്കെ. നമുക്ക് അപ്പുറത്ത് കുറേ കുട്ടികളുണ്ട്. അവിടെയുണ്ട് ഇവിടെയുണ്ട് കുറേ പേര്. അവർ ആ ന്യൂ ബോണിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഞങ്ങളിപ്പോൾ പ്രിസ്റ്റിന നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാറി ഒരു മൊണാസ്ട്രി കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. യെസ്, ഈ കാണുന്നതാണ് മൊണാസ്ട്രി. ഇത് 1321, അതായത് ഏകദേശം 704 വർഷം മുമ്പ് നിർമ്മിച്ച മൊണാസ്ട്രിയാണിത്. മൊണാസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മൊണാസ്ട്രിയാണ്. 1321, അതായത് 704 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു മൊണാസ്ട്രിയാണിത്. ഈ മൊണാസ്ട്രിക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് ഗൈഡും ബാക്കിയുള്ളവരും കൂടെ പോയിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറുന്നില്ല. അകത്ത് കയറാനായിട്ട് 5 യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ അകത്ത് പോകുമ്പോഴത്തേക്കിനും അവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ആ സുവനീർ ഷോപ്പിൽ ആണ് ഫുൾ കച്ചവടമാണ്. അവിടെ മൊത്തം സുവനീറുകളാണ് ഇരിക്കുന്നത്. 5 യൂറോ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ മാത്രം ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്തെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ കണ്ടു. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തെ കുറേ മൊണാസ്ട്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഇതിന് ചുറ്റിനും നടന്നിട്ട് ഞാൻ ഈ മൊണാസ്ട്രിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രഷാനിക്ക മൊണാസ്ട്രി എന്നാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ പേര്. ഇത് 1321 സ്റ്റീഫൻ മിലൂട്ടിൻ എന്ന് പറയുന്ന ഒരു സെർബിയൻ രാജാവാണ് ഈ മൊണാസ്ട്രി ഇവിടെ നിർമ്മിക്കുന്നത്. പിന്നീട് 1990 ഇത് വലിയൊരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോണുമെൻ്റായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തു. സെർബിയൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് ഈ മൊണാസ്ട്രി ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത്. ഒരു സെർബോ ബൈസാൻഡൈൻ സ്റ്റൈൽ എന്ന് പറയുന്ന, അതായത് സെർബിയൻ ബൈസാൻഡൈൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ കുഞ്ഞി മൊണാസ്ട്രിയാണ് ഇത്. ഈ ഒരു മൊണാസ്ട്രിയിൽ നമുക്ക് സ്ത്രീകളും പുരുഷന്മാരടക്കം ധാരാളം സന്യാസിമാരെ കാണാൻ സാധിക്കും. മൊണാസ്ട്രി കംപ്ലീറ്റ് മതിൽ കൊണ്ട് കെട്ടി തിരിച്ച് ഫെൻസ്ഡ് ആണ്. മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കൂൾ എന്നാണ് ബേസിക്കലി, അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ മൊണാസ്ട്രിയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കാം ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള റൂമുകളും വീടുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ക്രിസ്ത്യൻ മൊണാസ്ട്രികൾ നമുക്ക് ഈ പറയുന്ന യൂറോപ്പിലും പല രാജ്യങ്ങളിലും പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. പഴയതെന്ന് തോന്നിക്കുന്ന ഒരു ശവക്കല്ലറ നമുക്കിവിടെ കാണാം. പക്ഷേ ഇത് പുതുക്കി പണിത് കുട്ടപ്പനാക്കി വച്ചിരിക്കുകയാണ്. ഇത് പഴയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഴയതാണോ? പഴയതല്ല. ഇത് 2023, 2004, 1999 അങ്ങനെ ഈയിടെ മരണപ്പെട്ട ആളുകളുടെയാണ്. ഇവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത്, കൊസോവോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അധികം സ്ഥലമൊന്നും വേണ്ടല്ലോ, വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. മെജോറിറ്റി മുസ്ലിംസ് ആണ്. പണ്ട് സെർബിയയുടെ ഭാഗമായിരുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഈ ഒരു മൊണാസ്ട്രി ഇപ്പോൾ കൊസോവോയിൽ വന്ന് പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മൊണാസ്ട്രിയുടെ പഴക്കം അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇതൊക്കെ 700 വർഷം മുമ്പത്തെ കല്ലുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ പിന്നീട് റീകൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് റിനോവേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മൊണാസ്ട്രി ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്ലൂ സ്കൈ കണ്ടില്ലേ? ബ്ലൂ സ്കൈയും ഗ്രീൻ ഈ പച്ച പരവതാനിയും എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ? ഭയങ്കര രസമുണ്ടല്ലേ? ഇന്ന് പകൽ മൊത്തം തണുപ്പത്ത് നടന്ന് എൻ്റെ തൊണ്ടയുടെ കാര്യത്തിൽ വീണ്ടും തീരുമാനമായി. ഞാനിതൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, സ്കാർഫൊക്കെ എടുത്തിട്ടിട്ട് ഭദ്രമാക്കി ആ തൊണ്ട വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും പകൽ ഇന്ന് ഫുള്ള് പുറത്ത് തന്നെ അല്ലായിരുന്നു, ഔട്ട്ഡോർ അല്ലായിരുന്നു. ഇവിടെ നമ്മൾ ആ സിറ്റി വിട്ട് ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴത്തേക്കിനും നമുക്കിവിടെ പല സ്ഥലത്തും റോഡിൽ സെർബിയൻ ഫ്ലാഗുകൾ കാണാൻ സാധിക്കും. എന്നാലോചിക്കുക. അതായത് അതേപോലെ തന്നെ സെർബിയൻ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികൾ നമുക്ക് കാണാം, സെർബിയൻ ഫ്ലാഗ് കാണാം. എന്നാൽ ഇത് കൊസോവോ രാജ്യമാണ്, എന്നാൽ സെർബിയയുടെ കീഴിലാണെന്ന് സെർബിയ പറയുന്നു. എന്നാൽ ഇവിടെ കൊസോവോയുടെ ഫ്ലാഗ് കാണാം, അൽബേനിയയുടെ ഫ്ലാഗ് കാണാം, സെർബിയയുടെ ഫ്ലാഗ് കാണാം. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഈ കാണുന്നത് കൊസോവോയുടെ അല്ല, സെർബിയയുടെ ഫ്ലാഗാണ് ഈ കാണുന്നത്. അതിവിടെ പറന്ന് നടക്കുന്നുണ്ടോ സെർബിയയുടെ ഫ്ലാഗ്? അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെർബിയക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ
സെർബിയക്കാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവർ എന്താ പറയുക, വളരെ മൈനോറിറ്റിയാണ്. പക്ഷെ അവരിങ്ങനെ ന്യൂട്രൽ ഇങ്ങനെ നിൽക്കുകയാണ് ബേസിക്കലി. അതാ ഒന്ന് ആലോചിക്കുക, മെജോറിറ്റിയുടെ ഇടയിൽ മൈനോറിറ്റി നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ന്യൂട്രൽ ഇങ്ങനെ നിൽക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തൽക്കാലം. പക്ഷേ ഉടനെ തന്നെ ഇത് കൊസോവയായിട്ട് മാറിക്കഴിയുമ്പം പിന്നെ ഈ പരിപാടി നടക്കത്തില്ല. റെയിൽവേ ട്രാക്കൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. പണ്ട് യുഗോസ്ലാവിയയുടെ കാലഘട്ടത്തിൽ ട്രെയിനുകൾ ഓടിയിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ട്രെയിൻ ഇല്ല എന്ന് പറയാം, സീറോ ആണെന്ന് പറയാം, സീറോ. അപ്പോൾ ഇവിടെ ഏതോ ഒരു ഗ്രാമത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. നമ്മൾ കൊസോവോയിലും അതേപോലെ തന്നെ നമ്മൾ നോർത്ത് മസിഡോണിയ എന്ന് പറഞ്ഞ രാജ്യത്തും ട്രെയിനുകൾ ഇപ്പോൾ ഓടുന്നില്ല. പക്ഷേ ഇവർ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിലാണ്, അതായത് ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാക്കുകളും മറ്റുമൊക്കെ. നമ്മളിപ്പോൾ എത്നോ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ കൊടുക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റാണ്. ഇതേപോലെ നമ്മളെപ്പോലെ വരുന്ന കുറേ ടൂറിസ്റ്റുകൾ മാത്രമായിരിക്കും ഇവിടെ വരുന്നത് ഉറപ്പായിട്ടും. എത്നോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പഴയ സ്റ്റൈലിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പഴഞ്ചൻ രീതിയിൽ ഇങ്ങനെ നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ്. കൊള്ളാലോ, സെറ്റപ്പാണോ ഇത്? കൊള്ളാം കേട്ടോ, ഒരു പഴഞ്ചൻ സെറ്റപ്പ്, നല്ല അടിപൊളിയായിട്ട് നല്ല കുട്ടപ്പനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടേബിള്. ഒരു പഴയ ഇംഗ്ലീഷ് ബാറൊക്കെ എങ്ങനെയാണോ അതേപോലെയൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. ഇത് ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് കുറേ ഉണ്ട്. ഞാൻ പിന്നെ ഒരു സലാഡ് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ചിയേഴ്സ്, ഫുഡ് റെഡിയാണ്. ഒരു ചായയും പറഞ്ഞായിരുന്നു, ചായ. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ച് മത്തി പിടിച്ച ആളുകൾക്ക് ഇവിടെ കിടന്നുറങ്ങാനൊരു കട്ടിൽ വരെ സെറ്റാക്കിയിട്ടുണ്ട്. പഴയ തയ്യൽ മെഷീനും മറ്റുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല ട്രഡീഷണൽ ആംബിയൻസ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ട്രഡീഷണൽ ഫുഡൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈ വരുന്ന ഫോറിനേഴ്സിന് വേണ്ടി ഉള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഫുഡുകളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ച് കഴിച്ച് എന്താ പറയുക, സമാധാനപ്പെടേണ്ടി വന്നു. ഞാൻ ആക്ച്വലി പ്യുവർ അൽബേനിയൻ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അൽബേനിയയിലെ ഫുഡ് എന്ത് അടിപൊളി ഫുഡാണെന്ന് അറിയാമോ? നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഗ്രാമങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഒരു കേവ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ആ ഗ്രാമങ്ങൾക്ക് നടുവിലൂടെ പഴയ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മേലുള്ള ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഒരു കേവ്. ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇൻ ആൻഡ് അറൗണ്ട് ഈ പ്രിസ്റ്റീനയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാക്കേജായിട്ട് വന്നതുകൊണ്ട് അവർ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പോകണമല്ലോ. ഇങ്ങനെ അത് പറ്റില്ലേ, ഞാൻ ഒറ്റക്കാരത്തെ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. നമുക്ക് പോയി നോക്കാം, എന്താ ഇൻട്രസ്റ്റിംഗ് ആണോ എന്നൊക്കെ പോയി നോക്കാം. നമ്മളിവിടെ വന്നിട്ട് ഒരു €2 ടിക്കറ്റ് എടുക്കണം. €2 കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന മലയുടെ അടിയിലുള്ള കേവ് കാണാൻ വേണ്ടി പോവുകയാണ്. കൊള്ളാലോ, ഇതെന്ത് കേവാണ് ഇവിടെ? യെസ്. അപ്പോൾ നമുക്കൊരു ഗൈഡുണ്ട്. ഗൈഡിൻ്റെ ഒപ്പം ഗൈഡ് ടൂറായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പുള്ളി ടോർച്ചൊക്കെ ആയിട്ട് മുമ്പിലുണ്ട്. അത് പൊളിച്ചുള്ള ഒരു സംഭവം. ഇത് ഭയങ്കര യുണീക്ക് ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെയാണല്ലോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ അതോ നാച്ചുറലാണ്? നാച്ചുറലാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ള കല്ല്, ഗ്രാനൈറ്റ് പോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട്. നോക്കി, നമ്മൾ ഈ യാത്രയിൽ തായ്ലൻഡിലും അവിടെ ഇവിടെയൊക്കെ ഗംഭീര കേവുകളൊക്കെ കണ്ടില്ലേ? ശരിക്കും നമ്മൾ ഓരോ കേവിൽ കയറുമ്പോഴും ആ കേവ് എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവിടെ മറ്റേ ഫോർമേഷൻ ഉണ്ട് കേട്ടോ, മറ്റേ ലൈം സ്റ്റോൺ ഫോർമേഷൻ ഉണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നത് കണ്ടോ? അതൊക്കെ ഇതിലെല്ലാം വെള്ളം ഒലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അടിപൊളി. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈഡ്. നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞായിരുന്നു, പുള്ളി പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നതൊന്നും മനസ്സിലാവില്ല. പുള്ളി ഇങ്ങനെ പല ഭാഷകളിലായിട്ട് അവർക്കും നമുക്കൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഈ കേവിനകത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഓരോ കഷ്ണങ്ങൾ, ഓരോ ഭാഗങ്ങൾ കാണിച്ചിട്ട് ഇത് അതിൻ്റെ ഷേപ്പാണ്, ഇത് ഇതിൻ്റെ ഷേപ്പാണെന്ന് ഗൈഡുമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഈ കേവിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എന്തിൻ്റെയൊക്കെയോ ഷേപ്പില്ലേ. പിന്നെ കുറേ സ്ഥലത്ത് പ്രോപ്പറായിട്ട് ലൈറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര 10,000 വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും എന്നറിയോ ഇതൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ഫോർമേഷൻ ആവുന്നത്. അകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആയി ഇത് നമ്മൾ പോകുന്നു. പോയി ഇതിനകത്തെ സ്മെല്ലൊക്കെ ആകെ മാറി. വളരെ വ്യത്യസ്തമായ കളറിലും വളരെ വ്യത്യസ്തമായ ഷേപ്പിലുമൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു കേവിൻ്റെ ഉൾഭാഗം. ഈ കളർ കണ്ടില്ലേ, നോക്ക്, ഇതൊരു ഐവറി കളറ് പോലെ. ശരിക്കും അത്തരത്തിൽ ഇത് കാണുമ്പോഴത്തേക്കിനും ഈ ബ്രെയിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ കാണുമ്പോൾ? ഇല്ലേ, ബ്രെയിൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഇറച്ചി വെട്ടി വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് കാണുമ്പോൾ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എത്ര 1000 വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീണ് അല്ലെങ്കിൽ ആ ഒരു സംഭവം വീണ്
ഇങ്ങനെ ഈ ഒരു പരുവായിരിക്കണമെന്നറിയോ? ഇത് ശരിക്കും സിനിമയ്ക്ക് ഒരു സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ, കാണുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ. കൊള്ളാല്ലേ? സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഒത്തിരി അണ്ടർ എസ്റ്റിമേറ്റ് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും ദിസ് പ്ലേസ് ഈസ് അമേസിങ്. ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയുള്ളൊരു കേവ്. ഈ കേവിനകത്ത് ഇവരൊത്തിരി പണി ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പാസേജ് ഉണ്ടാക്കി നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറേ വർക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. കുറേ ഈ കേവിനെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ കേവാണ്. ഇത് നോക്കിയാൽ മേളിൽ നോക്ക്, എന്തോ ഇത് നോക്ക്. ഈ കേവിൽ നമ്മൾ കണ്ട ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഭാഗമാണിതൊക്കെ. നമ്മൾ ആ കേവിനകത്ത് കയറി ഇറങ്ങി. കേവ് അടിപൊളിയായിരുന്നു, സംഭവം കൊള്ളായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഓരോ കേവിനുള്ളിലും കയറുമ്പോൾ കാണാൻ കിട്ടുന്നത്. പക്ഷേ ഈ കേവ് ഇവർ കുറച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്രോപ്പർ എന്താ പറയുക, ആ ഒരു സന്തുലിതാവസ്ഥ നശിപ്പിക്കുക പറയത്തില്ല, അതേപോലെ കുറേ പരിപാടികൾ ഇവർ ടൂറിസ്റ്റുകൾക്ക് ഈസി ആക്കുന്നതിന് വേണ്ടി, അതിനകത്തൂടെ നടക്കുന്ന പരിപാടികൾക്ക് ഈസി ആക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കേവുകളുള്ളത് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ, മേഘാലയയിലും അതേപോലെ തന്നെ തായ്ലൻഡിലുമാണ്. അവിടുത്തെ കേവുകളൊക്കെ ഒന്നൊന്നര കേവുകളാണ്, സൂപ്പറാണ്. ഇവിടെയുണ്ട് റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള. റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള എവിടത്തേലും ഉണ്ടല്ലോ ഇപ്പോൾ. ഞാൻ അറിഞ്ഞില്ല. കേവിൽ നിന്നിറങ്ങി നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ നോർത്ത് മാസിഡോണിയയുടെ തലസ്ഥാനമായിട്ടുള്ള സ്കോപ്പിയയിലേക്ക് പോവുകയാണ്. എന്തായാലേ, ഒരു രാജ്യത്തുനിന്ന് ഒരു ഡേ ടൂർ എടുത്ത് മറ്റൊരു രാജ്യത്ത് പോയിട്ട് വന്നു. അതാണ് നമ്മൾ എറണാകുളത്ത് വരുന്ന ടൂറിസ്റ്റുകൾ ഡേ ടൂർ എടുത്തിട്ട് ആലപ്പുഴയ്ക്കും കുമരകത്തിനൊക്കെ പോയിട്ട് വരുന്ന പോലെയാണ്. അധികം ദൂരമൊന്നുമില്ല, ഇനി ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ. നമ്മുടെ ചുള്ളൻ ഒലിവർ നമ്മളെ തിരിച്ച് സേഫായിട്ട് എത്തിക്കും. നമ്മൾ തിരിച്ച് വീണ്ടും ഇമിഗ്രേഷനിലെത്തിയിരിക്കുകയാണ്, കൊസോവോയുടെ ഇമിഗ്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മസിഡോണിയയുടെ ഇമിഗ്രേഷൻ ചെയ്തിട്ട് നമ്മൾ ഗുഡ് ബൈ പറയും. ഇപ്പോൾ അടുത്ത രാജ്യത്തേക്ക് കയറുകയാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങോട്ട് പോകുന്നതിന് തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ട്രാഫിക്കായി, കാരണം വൈകുന്നേരം ആയല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയമല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മുടെ ഒലിവർ ഇങ്ങനെ ഓരോ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് പോയതാണ്. 9 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തി. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ. നൈസ് ടു മീറ്റ് യു. I hope you do. Yes, I had I did a good video. Yeah. Okay. Yeah. Thank you. Just meet us somewhere there. Yeah, sure. See you guys. Bye bye. Nice meeting you all. Nice to meet you. Nice to meet you. ശരിക്കും പറഞ്ഞാൽ കൊസോവോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊസോവോ പോകണമെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. വെറുതെ കൊസോവോയിൽ പോകരുത്. നിങ്ങൾ സെർബിയയിൽ നിന്നും, അതായത് ബെൽഗ്രേഡിൽ നിന്നും കൊസോവോയ്ക്ക് പോവുകയാണെങ്കിൽ കൊസോവോയിൽ നിന്നും വേറെ ഒരു രാജ്യത്തേക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ച് ബെൽഗ്രേഡിൽ തന്നെ അല്ലെങ്കിൽ സെർബിയയ്ക്ക് തന്നെ പോകേണ്ടി വരും. ഇനി നിങ്ങൾ ബെൽഗ്രേഡിൽ നിന്ന് കൊസോവോ വന്നിട്ട് കൊസോവോയിൽ നിന്ന് മോണ്ടിനീഗ്രയിലേക്കോ വേറെ എവിടെയെങ്കിലേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽഗ്രേഡിൽ നിന്നും എക്സിറ്റ് ആയതായിട്ട് സെർബിയ, അതായത് സെർബിയയിൽ നിന്നും എക്സിറ്റ് ആയതായിട്ട് സെർബിയ കണക്കാക്കില്ല. കാരണം കൊസോവോ സെർബിയയുടെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും സെർബിയയിൽ പോവുകയാണെങ്കിൽ അത് ഓവർ സ്റ്റേ അല്ലെങ്കിൽ അനധികൃത എൻട്രി ആയിട്ട് മാറും. നിങ്ങൾക്ക് കൊസോവോ പോകണമെന്നുണ്ടെങ്കിൽ 3 മാർഗ്ഗമാണുള്ളത്. ഒന്ന്, സെർബിയയിൽ നിന്നും കൊസോവോ പോയിട്ട് തിരിച്ച് സെർബിയയിലേക്ക് പോകാം, സേഫസ്റ്റ് വേ. 2, നോർത്ത് മസിഡോണിയ, മോണ്ടിനീഗ്രോ, പിന്നെ അൽബേനിയ, ഈ 3 രാജ്യങ്ങളിൽ നിന്നും കൊസോവോ പോയിട്ട് അതേ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇത്രയും ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കൊസോവോ പോകണമെങ്കിലുള്ളത്. ഈ രാജ്യം പൂർണ്ണമായിട്ടും എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വ്യത്യസ്തമായ ഒരു രാജ്യത്തിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചാൽ സന്തോഷം. എൻ്റെ 59ാമത്തെ രാജ്യമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ്. നാളെ നമുക്ക് ഇവിടുത്തെ മസിഡോണിയയിലെ കാഴ്ചകൾ കാണാം. അതിനുശേഷം നമ്മൾ ഗ്രീസിലേക്ക് പോവുകയാണ്. ഗ്രീസിൽ നിന്നും ഒരു ഫെറി എടുത്തിട്ട് നമുക്ക് കപ്പലെടുത്തിട്ട് ഇറ്റലിയിലേക്ക് പോകണം. 16 മണിക്കൂർ കപ്പലിലിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പരിപാടികളാണ്. ഇറ്റലി ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കപ്പലെടുത്ത് മാൾട്ടയിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. യാത്രകൾ അവസാനിക്കുന്നില്ല. സീ യു ടുമോറോ. അതുവരേക്കും ബൈ.